എന്താണ് GST റിവേഴ്സ് ചാർജ് മെക്കാനിസം അഥവാ RCM? ആർക്കൊക്കെയാണ് RCM ബാധകമാവുന്നത്? RCM ട്രാൻസാക്ഷൻസ് GST റിട്ടേൺ ഫയലിംഗിൽ എങ്ങനെയാണ് കാണിക്കേണ്ടത്? സാധാരണ രീതിയിൽ GSTയിലെ സപ്ലയർ ആണ് GST കളക്ട് ചെയ്ത് അടയ്ക്കേണ്ടത്. എന്നാൽ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തില് റെസിപ്പിയന്റ് ആണ് GST അടയ്ക്കേണ്ടത്. അതായത് ഒരു അൺരജിസ്റ്റേർഡ് ഡീലറിൽ നിന്നും ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ ഒരു വ്യാപാരി ഗുഡ്സ് വാങ്ങുന്ന സമയത്ത്, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് റെസിപ്പിയന്റ് ആയിട്ടുള്ള ഈ വ്യാപാരിയാണ് സപ്ലയർക്ക് വേണ്ടി GST അടയ്ക്കേണ്ടത് എന്നർത്ഥം. എന്ന് വെച്ചാൽ RCM മെക്കാനിസത്തില് റെസിപ്പിയന്റ് സപ്ലയർക്കല്ല GST കൊടുക്കേണ്ടത്, പകരം ഡയറക്റ്റ് ഗവൺമെന്റിലേക്കാണ് GST അടയ്ക്കുന്നത്. ഇങ്ങനെ RCM ആയിട്ട് റെസിപ്പിയന്റ് അടയ്ക്കുന്ന GST എമൗണ്ട് അടുത്ത മാസം ഇയാൾക്ക് തന്നെ ഇൻപുട്ട് ക്രെഡിറ്റ് ആയിട്ട് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ RCM വഴി GST അടയ്ക്കേണ്ടതായ റെസിപ്പിയൻസ് ഒരു സെൽഫ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, ഗവൺമെന്റിൽ നിന്നും കിട്ടുന്ന ചില പ്രത്യേക സർവീസുകൾ, ഒരു അഡ്വക്കേറ്റിൽ നിന്നും കിട്ടുന്ന സർവീസുകൾ, ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസികളിൽ നിന്നും വാങ്ങുന്ന സർവീസുകൾ, ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിൽ നിന്നുള്ള ചില സർട്ടൻ സപ്ലൈകൾ, ഇതൊന്നും കൂടാതെ ഈ ലേറ്റസ്റ്റ് 9/2024 അമെന്റ്മെന്റ് പ്രകാരം അല്ലെങ്കിൽ അതിലെ സർക്കുലർ നോട്ടിഫിക്കേഷൻ പ്രകാരം രജിസ്ട്രേഷൻ ഉള്ള വ്യാപാരി രജിസ്ട്രേഷൻ ഇല്ലാത്ത വ്യാപാരിക്ക് വാടക കൊടുക്കുമ്പോൾ, അത് ഈ കമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെ വാടക കൊടുക്കുന്ന സമയത്ത്, അതുകൂടാതെ മെറ്റൽ സ്ക്രാപ്പ് ഡീലേഴ്സ്, അൺരജിസ്റ്റേർഡ് ഡീലേഴ്സിൽ നിന്നും വാങ്ങുന്ന പർച്ചേസുകൾ, ഇവയ്ക്കെല്ലാം RCM ബാധകമാണ്. RCM GST റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് കാണിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊരു സപ്ലയർ ആണ്. നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ഉൾപ്പെട്ടതാണ്. അതായത് നിങ്ങളൊരു ഗുഡ്സ് ട്രാവൽ ഏജന്റ് ആണ്, അതല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഏജൻസിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ ഉണ്ട്. നിങ്ങളുടെ സർവീസ് പക്ഷേ GST റിവേഴ്സ് ചാർജ് മെക്കാനിസം അപ്ലിക്കബിൾ ആയിട്ടുള്ള സർവീസാണ് നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ GSTR 1 ഫയൽ ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ GSTR 1 ഫയൽ ചെയ്യുന്ന സമയത്ത് ഡാഷ്ബോർഡിൽ റിട്ടേൺ ഫയലിംഗ് ഡാഷ്ബോർഡ് എടുക്കുക. അതിനകത്ത് ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്തു, ക്വാർട്ടർ സെലക്ട് ചെയ്തു, പീരീഡ് സെലക്ട് ചെയ്തു. ആ പീരീഡ് സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ ടാബ്, അതായത് GSTR 1 ഫയൽ ചെയ്യാനുള്ള ടാബ് സെലക്ട് ചെയ്യുക. അതിൽ പ്രിപ്പയർ ഓൺലൈൻ സെലക്ട് ചെയ്തു. ഇതില് ഒന്നാമത് 4A 4B 6B എന്ന് പറയുന്ന ആദ്യത്തെ ടാബ് ഉണ്ടല്ലോ, ഈ ആദ്യത്തെ ടാബാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഈ ആദ്യത്തെ ടാബ് സെലക്ട് ചെയ്ത് അതിനകത്ത് ആഡ് റെക്കോർഡ് കൊടുക്കുക. ഇനി നമ്മളവിടെ GST ഡീറ്റെയിൽസ്, ആർക്കാണോ നമ്മൾ റിവേഴ്സ് ചാർജ് അപ്ലിക്കബിൾ ആയിട്ടുള്ള സപ്ലൈ ചെയ്തത് ആ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ സപ്ലൈക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അത് സപ്ലൈ അട്രാക്ട് റിവേഴ്സ് ചാർജ് ആണ്. അപ്പൊ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്തു. ഇനി സപ്ലയറുടെ GST നമ്പർ കൊടുക്കുക. GST നമ്പർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സപ്ലയറുടെ ഡീറ്റെയിൽസ് വരും. ഇനി അവരുടെ ഇൻവോയ്സ് നമ്പർ, ഫോർ എക്സാമ്പിൾ 1 ആണ് ഇൻവോയ്സ് നമ്പർ, ഡേറ്റ് 10/10/2024 ആണ് എന്ന് വിചാരിക്കാം. ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ ഒരു 1050 രൂപയാണ് എന്ന് വിചാരിക്കാം. ഇനി അതിൽ എത്ര ശതമാനം റിവേഴ്സ് ചാർജ് ആണ് അപ്ലിക്കബിൾ? ഒരു 5% റിവേഴ്സ് ചാർജ് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സപ്ലൈ ആണ് ഇദ്ദേഹം നടത്തിയത് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അയാളുടെ സപ്ലൈ ചാർജ് 1000 രൂപയായിരിക്കും. അതിൽ 25 രൂപ സെൻട്രൽ ടാക്സ്, 25 രൂപ സ്റ്റേറ്റ് ടാക്സ്, അങ്ങനെ 1050 രൂപ. അതാണ് ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ഇവിടെ കൊടുക്കേണ്ടത് ടോട്ടൽ ടാക്സബിൾ വാല്യൂ ആണ്. അത് എത്ര ശതമാനത്തിലാണ് എങ്കിൽ അതനുസരിച്ച് ടാക്സ് CGST SGST ഇവിടെ വരും. ഇനി കൊടുത്ത GST നമ്പറിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ CGST SGSTക്ക് പകരം IGST വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്കത് സേവ് ചെയ്യാം. ഇത് നമ്മൾ GST രജിസ്ട്രേഷൻ ഉള്ള റിവേഴ്സ് ചാർജ് മെക്കാനിസം അപ്ലിക്കബിൾ ആയ ഒരു സപ്ലയർ എങ്ങനെയാണ് GST റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു ഡെമോ ആണ് ഇപ്പൊ കണ്ടത്. ഇനി നമ്മൾ ഒരു റെസിപ്പിയന്റ് ആണ്, നമ്മൾക്ക് GST രജിസ്ട്രേഷൻ ഉണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്തത് ആരിൽ നിന്നാണോ ആ ആൾക്ക്, ആ ഡീലർക്ക് GST രജിസ്ട്രേഷൻ ഇല്ല. അങ്ങനെ ഒരു കേസിലും റിവേഴ്സ് ചാർജ് മെക്കാനിസം അപ്ലിക്കബിൾ ആവുമല്ലോ. ഫോർ എക്സാമ്പിൾ നമ്മൾ റെന്റ് കൊടുത്തു, നമ്മൾ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു ബിൽഡിംഗ് ഓണറിൽ നിന്നുമാണ് വാടകയ്ക്ക് റൂം എടുത്തിട്ടുള്ളത്. ആ റൂമിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ GST റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നേരത്തെ പോലെ തന്നെ ഡാഷ്ബോർഡിൽ റിട്ടേൺ ഡാഷ്ബോർഡ് എടുത്തു, ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്തു, ക്വാർട്ടർ സെലക്ട് ചെയ്തു, പീരീഡ് സെലക്ട് ചെയ്തു. ആ പീരീഡ് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ GSTR 3B ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ GSTR 1 നേരത്തെ സപ്ലൈറുടെ കേസിൽ സെലക്ട് ചെയ്തത്. പക്ഷേ നമ്മൾ റെസിപ്പിയന്റ് ആണെങ്കിൽ നമ്മൾ 3Bയിലാണ് ഈ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. GST 3B എടുത്ത് 3Bയിലെ ഒന്നാമത്തെ ടാബ്, അതായത് 3.1 ടാക്സ് ഓൺ ഔട്ട്വേർഡ് ആൻഡ് റിവേഴ്സ് ചാർജ് ഇൻവേർഡ് സപ്ലൈസ്, നമുക്ക് ഇൻവേർഡ് സപ്ലൈ ആണ് കിട്ടിയത്, അത് റിവേഴ്സ് ചാർജ് അപ്ലിക്കബിൾ ആണ്. അങ്ങനെയെങ്കിൽ ഈ ടാബാണ് സെലക്ട് ചെയ്യേണ്ടത്. ഈ ടാബ് സെലക്ട് ചെയ്ത് ഇതില് D എന്ന് പറയുന്ന കോളത്തിനകത്ത്, അതായത് ഇൻവേർഡ് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ്,
നേരത്തെ കേസാണെന്ന് വിചാരിക്കാം. നമ്മൾ വാടക കൊടുക്കുകയാണ്. വാടക നമ്മളൊരു 10,000 രൂപയാണ് വാടക കൊടുക്കുന്നത് എന്ന് കരുതാം. നമ്മളുടെ നാട്ടിലുള്ള ഒരു ഡീലറാണ്. അപ്പോൾ 18% വാടകയുടെ ടാക്സ് റേറ്റ്, GST റേറ്റ്. നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലൂടെയാണ് കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ 9% SGSTയും 9% CGSTയും ആയിരിക്കും വരിക. അപ്പൊ ഇങ്ങനെ 11,800 രൂപ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിവിടെ 10,000 രൂപ കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ടാക്സ് റേറ്റ് ഇവിടെ വരും. ഒരു ടാക്സ് കൊടുക്കുകയാണെങ്കിൽ അടുത്ത ടാക്സ് ഇവിടെ വരും. നമുക്ക് ഇങ്ങനെ 3Bയിലാണ് ഡാറ്റ കൊടുക്കേണ്ടത്. കൺഫേം ചെയ്യുക, റിട്ടേൺ ഫയൽ ചെയ്യുക. അപ്പൊ ഈ റിവേഴ്സ് ചാർജ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ക്യാഷ് ആയിട്ട് തന്നെ അടക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഈ കൊടുത്ത 900 × 2 1,800 രൂപ CGSTയും SGSTയും ആയിട്ട് 1,800 രൂപ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും? ഇത് അടുത്ത മാസം GSTR 2Bയിൽ നമുക്ക് എലിജിബിൾ ആയ ഇൻപുട്ട് ആയിട്ട് കിടപ്പുണ്ടാവും. അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ മാസം കൊടുത്ത എമൗണ്ട് അടുത്ത മാസമേ ക്ലെയിം ചെയ്യാൻ സാധിക്കൂ എന്നർത്ഥം. RCM-നെ കുറിച്ച് ഏതാണ്ട് ധാരണകളൊക്കെ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു എന്ന് കരുതുന്നു. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.